الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും സൂക്ഷ്മതയോടുകൂടി പാലിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്ന് രണ്ട് തരത്തിലുള്ള ഐഡന്റിറ്റി മുസ്ലിം സമുദായത്തിൽ ഉണ്ടായി വരുന്നുണ്ട് എന്നത് നമ്മുടെ ചിന്തകൾക്ക് വിഷയീഭവിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒന്ന്, ജീവിതത്തിൽ ഞാൻ മുസ്ലിം ആകുന്നത് പ്രമാണങ്ങളിൽ ഊന്നിക്കൊണ്ട് ജീവിക്കാനാണ് എന്നും അതാണ് എന്റെ സംസ്കാരം എന്നും ഉറച്ചു വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം. മറ്റൊന്ന്, ഇസ്ലാം വിരുദ്ധ സംസ്കാരം, അതിനുവേണ്ടി ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു രീതിയും ഇന്ന് കാണുക. മഫ്തയിട്ട് ഇസ്ലാം വിരുദ്ധ കാര്യങ്ങൾ പറയുന്ന സഹോദരിമാരെ നമുക്ക് കാണുവാൻ പറ്റും. അതുപോലെ തന്നെ തൊപ്പി ധരിച്ചുകൊണ്ട് താടി വളർത്തി അനിസ്ലാമികമായ ആശയങ്ങൾ പറയുന്നവരെയും ഇന്ന് മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണുവാൻ പറ്റും. ഇതിനെയൊക്കെ സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യാറില്ല. സ്ത്രീകൾ മാത്രം യാത്ര പോകുന്ന സോളോ ട്രിപ്പിനെ കുറിച്ച്, ഒറ്റക്ക് പോകുന്ന യാത്രകൾ പൊലിപ്പിച്ച് കാണിക്കുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ ട്രിപ്പുകൾ നടത്തുകയും ആ യാത്രക്ക് ഉടനീളം ഇസ്ലാമികമായ ചിഹ്നങ്ങൾ, മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് തുടങ്ങിയ സംഗതികളൊക്കെ ബാക്ക്ഗ്രൗണ്ടായി പറയുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം. അല്പം വസ്ത്രം മാത്രം ധരിച്ച് എല്ലാവിധ ആഭാസങ്ങൾ കാണിക്കുകയും പിന്നീട് നമസ്കാര വസ്ത്രം ധരിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന രൂപം കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി എന്ന് നമുക്ക് കാണാൻ പറ്റും. സമൂഹത്തിൽ നല്ല മുസ്ലിം, ചീത്ത മുസ്ലിം എന്നൊരു വേർതിരിവ് ഇത് മുഖേന ഉണ്ടാകുന്നുണ്ട്. നമ്മൾ അറിയേണ്ടുന്ന ഒരു വസ്തുത, യഥാർത്ഥത്തിൽ
ഇത്തരം ആളുകളെയാണ് നല്ല മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ആളുകൾ പ്രൊമോട്ട് ചെയ്യാറുള്ളത്. മതപരമായി ദീനിനെ ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ ചില അടുക്കും ചിട്ടകളും ഒക്കെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരെ ചീത്ത മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലും കാലത്തിരിയാത്തവരും 6-ാം നൂറ്റാണ്ടിലെ ആളുകളുമൊക്കെയായി ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഈ ഒരു സാമൂഹിക അന്തരീക്ഷം സഹോദരങ്ങളെ വളരെ ബോധപൂർവമായി മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന ഒരു ഗൗരവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഇനി നാം നമ്മെ കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടത്, ഇതിൽ ഏത് മാർഗമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്? എല്ലാ അധാർമികതകളും ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇസ്ലാമിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ചെയ്യുകയും അതാണ് ശരിയെന്ന് സമൂഹത്തോട് പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണോ? മറിച്ച് 14 നൂറ്റാണ്ട് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തമ സമുദായം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ ഉമ്മത്തിന്റെ കൂട്ടത്തിലാണോ ഞാൻ ഉൾപ്പെടുക എന്ന് എന്റെ സഹോദരങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കുകയാണ്. അതിന് ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നാം അറിയുക സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു പ്രസിദ്ധമായ വാചകമാണ്, ലാ തകൂനു ഇമ്മഅ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ കൂടക്കൂടികളാകരുത്. എന്താണ് കൂടക്കൂടികളുടെ പ്രത്യേകത? തഖൂലൂൻ, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇൻ അഹ്സനന്നാസു അഹ്സന്നാ, ജനങ്ങളൊക്കെ നന്മ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും നന്മ ചെയ്യും. അവരൊക്കെ തോന്നിവാസമാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ അതിന്റെ കൂടെ ഞങ്ങളും തോന്നിവാസികളായി. നിങ്ങൾ സ്വന്തത്തെക്കുറിച്ച്, സ്വന്തം ജീവിതത്തെക്കുറിച്ച്, വ്യക്തിത്വത്തെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവരാണ്. എന്താണ് ആ കാഴ്ചപ്പാട്? ഇൻ അഹ്സനന്നാസ് അൻ തുഹ്സിനു, ജനങ്ങളൊക്കെ നന്മ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളും നന്മ ചെയ്യുന്നവർ ആകണം. വഇൻ അസാഉ, അവർ തെറ്റ് ചെയ്യുന്നവരാണ് എങ്കിൽ ഫലാ തദ്ലിമു, നിങ്ങൾ ഒരിക്കലും അക്രമം ചെയ്തു പോകരുത്, തിന്മ ചെയ്തു പോകരുത് എന്ന്. ഇമ്മഅ എന്ന വാക്കാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആരെങ്കിലും പറയുന്നതിന്റെ കൂടെ സഞ്ചരിക്കുന്നവരാണോ? ജീവിതത്തിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട് എന്നും ആ ലക്ഷ്യത്തിന്റെ മാർഗദർശിയും എന്റെ കാര്യദർശിയും എന്റെ പരലോക വിജയത്തിന് എനിക്ക് മാതൃകയായിട്ടുള്ളതും എന്റെ റസൂലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടോ എന്നത് നമ്മൾ അറിയണം. സഹോദരങ്ങളെ, തഖ്വ എന്ന് പറയുന്നത് അതാണ്. യമനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ വാലിയായി, ഭരണാധികാരിയായി പറഞ്ഞയച്ചിട്ടുണ്ട്. ദീർഘമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുന്നുണ്ട്. ആ ഉപദേശത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇത്തഖില്ലാഹ് മുആദ്, താങ്കൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. ഹൈസുമാ കുൻതും, കഴിയുന്ന മുറപ്രകാരം ചിട്ടയായി നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് തന്റെ അരുമ ശിഷ്യനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബകളുടെ, പ്രഭാഷണങ്ങളുടെ ആമുഖത്തിൽ റസൂലുള്ളാഹി എല്ലാ സമയത്തും ഓതിയുന്ന ഒരു ആയത്തുണ്ട്, നമുക്ക് സുപരിചിതമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. എങ്ങനെ? ഹഖ്ഖ തുഖാതിഹി, സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം അല്ലാഹുവിനെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കണം. ആ സൂക്ഷ്മത കൈവിട്ടു പോയാൽ സംഭവിക്കുന്ന അപകടവും ആ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകരുത്. ഈ തത്വ കൈവിട്ടാൽ നിങ്ങൾ മുസ്ലിം അല്ലാതെ മരിച്ചു പോകും എന്നാണ് ഇതിന്റെ മറ്റൊരർത്ഥം.
റഹ്മാനായ റബ്ബ് നമ്മുടെ ഇസ്ലാമിനെ നമുക്ക് പരിചയപ്പെടുത്താൻ നിങ്ങളുടെ തഖ്വയാണ്, അള്ളാഹു പറഞ്ഞതുപോലെയുള്ള ജീവിതമാണ് നിങ്ങളുടെ ഈമാനിന്റെ ലക്ഷണം. റഹ്മാനായ റബ്ബ് പറഞ്ഞതിൽ നിന്ന് നിങ്ങളുടെ ജീവിതം ഒന്ന് മാറ്റിപ്പിടിച്ചാൽ നിങ്ങളുടെ അവസാനം മുസ്ലിമല്ലാത്ത മരണമായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, വലാത്ത മൂത്തുന്ന ഇല്ലാ മുസ്ലിമോൻ, മുസ്ലിമായിക്കൊണ്ടല്ലാതെ ഞാൻ മരിക്കൂല എന്ന തീരുമാനം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ്. കാരണം മുസ്ലിമായി ജീവിച്ച് മുസ്ലിം അല്ലാതെ മരിക്കാനുള്ള സാധ്യത ഏറെ കൂടുതലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് നമ്മെ ഉപദേശിക്കുന്നത്. അല്ലാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ടാണ് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് പറയാൻ കാരണം? മുസ്ലിമിന്റെ പേര് മാത്രം സ്വീകരിച്ച് ജീവിച്ചാൽ പോരാ, നീ മുസ്ലിമായി മുത്തഖിയായി ജീവിക്കണം, നീ മുസ്ലിമായി മുഅ്മിനായി ജീവിക്കണം, നീ മുസ്ലിമായി മുഹ്സിനായി ജീവിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പഠിപ്പിക്കാനുള്ള കാരണം എന്താണ്? നോക്കൂ, നിങ്ങൾ റഹ്മാനായ റബ്ബ് അത് നമുക്ക് ഒരു വസിയ്യത്തായിക്കൊണ്ടാണ് നൽകിയിട്ടുള്ളത്. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ പാലിക്കേണ്ടത് നിയമമാണ് എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. വസിയ്യത്തായിക്കൊണ്ടാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞത്, വലഖദ് വസ്വൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന വേദം നൽകപ്പെട്ടവർക്കും വഹിയ്യാക്കും നിങ്ങൾക്കും അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, അള്ളാഹുവിന്റെ വസിയ്യത്തുണ്ട്. എന്ത്? തഖ്വല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന്. എല്ലാ വേദഗ്രന്ഥക്കാരോടും അള്ളാഹു പറഞ്ഞത് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം. ഇത് അള്ളാഹുവിന്റെ വസിയ്യത്താണ്. അതുകൊണ്ട് തഖ്വ എന്ന് പറയുന്നത് ജീവിതത്തിൽ വിജയത്തിന്റെ ആണിക്കല്ലാണ്. രണ്ടാമത് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ പോയാലും എത്ര ആഘോഷിച്ചാലും എത്ര തിമിർത്താടിയാലും ജീവിതത്തിൽ തിരിച്ചു ചെല്ലാനുള്ളത് റഹ്മാനായ റബ്ബിന്റെ അടുത്തേക്കാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വത്തഖുല്ലാഹ്, നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം. വഅലമൂ അന്നകും ഇലൈഹി തഹ്ശറൂൻ, അവങ്കലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. അല്ലാഹുവിന്റെ അടുത്ത് തിരിച്ചു ചെന്ന് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. നീ എന്താഘോഷിച്ചിട്ടും കാര്യമില്ല. നിന്റെ ഈ എല്ലാ തിമിർത്താടാനുള്ള രക്തയോട്ടമുള്ള ഈ പ്രായമൊക്കെ അവസാനിച്ച് നീ ഒന്ന് മടങ്ങി വരാൻ ഒരുങ്ങുന്ന ഒരു കാലുണ്ട്. അവിടെ നിനക്ക് പ്രതീക്ഷയില്ലാതെയാവുന്ന ജീവിതമാണ് നീ നയിക്കുന്നതെങ്കിൽ സൂക്ഷിച്ചോ. അള്ളാഹനെ കുറിച്ച് സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി ജീവിച്ചോ. കാരണം അവങ്കലേക്ക് നീ മടങ്ങിപ്പോകേണ്ടവനാണ്. മാത്രല്ല സഹോദരങ്ങളെ, ഇവിടെ നിന്ന് എന്തൊക്കെ ആഗ്രഹിച്ച് കാട്ടിക്കൂട്ടിയാലും നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ തഖ്വയുള്ളവരാകണമെന്ന് പറയുന്നത്. അള്ളാഹുവിനെ സൂക്ഷിച്ച് നിങ്ങൾ അള്ളാഹുവിനെ ശ്രദ്ധിച്ച് ജീവിക്കണം. വഅലമൂ അന്നകും മുലാഖൂ വബശ്ശിരിൽ മുഅ്മിനീൻ, നിങ്ങൾ അവരുമായി കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് അറിഞ്ഞിരിക്കുക. വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കാണ് സന്തോഷ വർത്തമാനം. അതുകൊണ്ട് കേവലമായ അമലുകൾക്ക് അപ്പുറത്തേക്ക് ജീവിതത്തെ തഖ്വയാകുന്ന സൂക്ഷ്മതയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഇനി എന്തിന് സൂക്ഷ്മത പാലിക്കണം എന്നറിയോ? നാം ചെയ്യുന്നത് ചിലപ്പോ കുടുംബത്തിൽ ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്തിനേറെ ഭാര്യയ്ക്ക് പോലും പിടിക്കപ്പെടാൻ കഴിയാത്ത വിധം രഹസ്യമായി ഹറാമുകൾ ചെയ്യുന്നുണ്ടാകും. ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹു പറയാണ്, നീ ആരെയും അറിയിക്കാതെ ചെയ്താലും വത്തഖുല്ലാഹ്, നീ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിച്ചോ. വഅലമു അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി അറിയുന്നവനാണ് എന്ന് നീ മനസ്സിലാക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. വത്തഖുല്ലാഹ്, നോക്കൂ നിങ്ങൾ ഖുർആനിൽ എത്ര തവണയാണ് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന്. വത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വയോടുകൂടി ജീവിക്കൂ. വഅലമു അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും റഹ്മാനായ റബ്ബ് സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി കാണുന്നു. അല്ലേ? മൊബൈൽ ഫോണിന് ഇന്ന് സ്ക്രീൻ കാണുന്നുണ്ട്, നേർക്ക് നേരെ കാണുന്നു, സൈഡ് താഴേക്ക് കാണുക. എന്തിനാത് നമ്മുടെ ഫോണിൽ എന്തിനാ? അപ്പുറം കാണാൻ പാടില്ല. പക്ഷേ നേർക്ക് നേരെ നോക്കുന്നതിന് മുമ്പ് നിന്റെ മനസ്സ് ചിന്തിച്ചതറിയുന്നവനാണ് റഹ്മാനായ റബ്ബ്.
അതിൽ നിന്ന് അയക്കുന്ന മെസ്സേജ്, അതിൽ നിന്ന് പോകുന്നതിന് മുൻപ്, വീഡിയോ കാണുന്നതിന് മുൻപ്, നീ അതിലൂടെ ശൃംഖരിക്കുന്നതിന് മുൻപ്, നീ അതിനു വേണ്ടി യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നിന്റെ മനസ്സിലുള്ള വികാരങ്ങൾ റഹ്മാനായ റബ്ബ് വളരെ സൂക്ഷ്മമായി കണ്ടറിയുന്നവനാണ്. അതുകൊണ്ട് നീ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി ജീവിച്ചോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നീ കേവലമായ മുസ്ലിമും നാട്ടിൽ മുസ്ലിമായി ജീവിച്ചുകൊണ്ട് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ നിനക്ക് പറ്റുകയില്ല. റഹ്മാനായ റബ്ബ് പറയാൻ, നാം എത്ര ചെയ്തു കൂട്ടിയാലും അതെല്ലാം അതിവേഗം വിചാരണ ചെയ്യപ്പെടാൻ കഴിയുന്നു. റഹ്മാനായ നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. റഹ്മാനായ റബ്ബ് അതിവേഗം വിചാരണ നടത്താൻ കഴിയുന്നവനാണെന്ന് നീ അറിഞ്ഞിരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ എത്ര മറച്ചു വെച്ചാലും നമ്മുടെ ഹൃദയത്തിലുള്ളത് പൂർണ്ണമായി അറിയുന്നവൻ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഇന്നല്ലാഹ അലീമുൻ ബിദാത്തി സുദൂർ. നിന്റെ മനസ്സിന്റെ മന്ത്രണങ്ങൾ റഹ്മാനായ റബ്ബ്. അതുകൊണ്ട് തഖ്വയോട് കൂടി ജീവിക്കണേ എന്ന് പറയണേ. ആളെ കാണിക്കാനല്ല, ആൾക്കാരെ ബോധിപ്പിക്കാനല്ല, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കാൻ. ഇനി സഹോദരങ്ങളെ, ഇങ്ങനെ തഖ്വ ഉണ്ടായാൽ എന്താ ഗുണം? ഈ നാട്ടിൽ നടക്കുന്ന ആഘോഷങ്ങളും ഈ നാട്ടിൽ നടക്കുന്ന ആനന്ദങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി ഞാൻ പള്ളിയിൽ വന്ന് 5 നേരം നമസ്കരിച്ച് ഖുർആനൊക്കെ പഠിച്ച് പ്രഭാത പ്രദോഷങ്ങളെ അധികാരങ്ങളൊക്കെ ചൊല്ലി ഖുർആനിന്റെ അർത്ഥം ആശയമൊക്കെ മനസ്സിലാക്കി ജീവിച്ചിട്ട് എന്താ ഗുണം? റഹ്മാനായ റബ്ബ് പറയാം, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചൊന്ന് ജീവിച്ചു നോക്ക്. ലഅല്ലകും തുഫ്ലിഹൂൻ. നീ നിന്റെ ജീവിതത്തിൽ വിജയിക്കുന്നവൻ ആയേക്കാം. ജീവിത വിജയം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ സഹോദരങ്ങളെ? അല്ലാഹ് പറയാം, നീ തഖ്വയോടുകൂടി ജീവിച്ചാൽ ഇഹത്തിലും പരത്തിലും നീ വിജയിച്ചവൻ നീ ആയേക്കാം എന്നൊക്കെ പറയാം. മറ്റൊന്നെന്താ, ഈ ദുനിയാവിലെ ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ കുറച്ച് രോഗമൊക്കെ ഉണ്ടായാൽ മെല്ലെ മെല്ലെ ചുറ്റുപാടുന്ന് അകന്നു പോകാൻ ആഗ്രഹിക്കുന്നതാരും മക്കളും പേരമക്കളും ഭാര്യയൊക്കെ തന്നെ അല്ലെ? ആ മരുന്നിന്റെ മണോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ബോഡി വേസ്റ്റിന്റെ മണോ നമ്മൾ കിടക്കുന്നിടത്തുള്ള ദുർഗന്ധമൊന്നും നമുക്ക് പറ്റൂല. അല്ലാഹു നമ്മെ കാത്തു സംരക്ഷിക്കുവാൻ വേണ്ടി. സഹോദരങ്ങളെ, അവിടെ അല്ലാഹ് പറയട്ടോ, സൂക്ഷ്മതയോടുകൂടി ജീവിച്ചോ, അല്ലാഹ് നിന്റെ കൂടെ ഉണ്ടാകും. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നീ അറിയണം, അന്നല്ലാഹ മഅൽ മുത്തഖീൻ. അല്ലാഹു സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവരുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയാം. മറ്റൊന്നെന്താ സഹോദരങ്ങളെ, ഈ ദുനിയാവിലെ എല്ലാരെക്കാളും മഹത്വമുള്ളവരായി, മനുഷ്യരായി, ബുദ്ധിയുള്ളവരായി, അംഗവൈകല്യമില്ലാത്തവരായി, കുടുംബമുള്ളവരായി, ജോലിയുള്ളവരായി, സമ്പത്തുള്ളവരായി റഹ്മാനായ റബ്ബ് നമ്മെ ഈ ദുനിയാവിൽ അനുഗ്രഹിച്ചു. അതിന് നന്ദി കാണിക്കണം. അല്ലാഹ് പറഞ്ഞു, നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. ലഅല്ലകും തഷ്കുറൂൻ. നീ നന്ദിയുള്ളവൻ ആയേക്കാം. അല്ലാഹ്ക്ക് നന്ദി കാണിക്കാൻ അല്ലാഹ് വെച്ച മാനദണ്ഡാണ് തഖ്വയോടുകൂടി ജീവിക്കാൻ. തീർന്നില്ല കണ്ടോ അല്ലേ? റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ലേ? ആ ആശുപത്രിയുടെ ഐസിയുടെ മുമ്പിൽ നിൽക്കുമ്പോ ഒരു റിസൾട്ട് വാങ്ങി ആ കടലാസ് ഇങ്ങനെ നടക്കുമ്പോ റഹ്മാനെ എന്നെ കാക്കണേ എന്ന് പറയാത്ത ആരെങ്കിലും ഉണ്ടോ സഹോദരങ്ങളെ? നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ ഒന്ന് പൊതിയണേ എന്ന് പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ലാഹ് പറയാ, നീ ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കുക. നിനക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചേക്കാം എന്ന് റഹ്മാനായ റബ്ബ് പറയാം. വിശ്വാസികളെ, എന്തിന് നമ്മൾ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം? ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകാൻ ഞാനും നിങ്ങളും കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തുന്ന സമയങ്ങളില്ലേ, ഇതൊന്ന് പരിഹരിച്ച് കിട്ടപ്പെടും അല്ലെ? എന്റെ ഉപജീവനം, എന്റെ ജീവിതത്തിൽ എന്റെ മഴീശത്തൊന്ന് നേരായി കിട്ടപ്പെടാം. അല്ലാഹ് പറഞ്ഞു കേട്ടോ, നീ കുറെ നേരം പിന്നെ പൊറുതേട് കാട്ടിട്ടൊന്നും കാര്യമില്ല. നന്നായി അധ്വാനിക്കുകയും ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുകയും ചെയ്തോ, അതിന്റെ എല്ലാ പ്രശ്നത്തിനും അല്ലാഹ് പോംവഴി ഉണ്ടാക്കും. മഖ്റജ് എന്ന പോംവഴി പ്രശ്നം റഹ്മാനായ റബ്ബ് പരിഹരിച്ചു തരും. അടുത്തതെന്നറിയുന്നത്,
നീ പോലും കണക്കാക്കാത്ത രൂപത്തിൽ നിന്റെ ഉപജീവനം അള്ളാഹു ലളിതമായി നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർന്നില്ല കേട്ടോ വിശുദ്ധ ഖുർആനിന്റെ ഓഫർ. നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ തിന്മകൾ അതിനുശേഷമുള്ള നിന്റെ തഖ്വ കൊണ്ട് അള്ളാഹു പരിഹരിച്ചു. റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചോ, യുകഫിർ അൻഹു സയ്യിആതി, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. തീർന്നില്ല, വയുഅ്ദിം ലഹു അജ്റ, അവന്റെ പ്രതിഫലത്തെ അല്ലാഹു വലുതാക്കി നൽകുകയും ചെയ്യും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പാപത്തിന് പരിഹാരമാണ്, നന്മയുടെ ജീവിതത്തിന് പ്രതിഫലമാണ്. മാത്രമല്ല എന്താ പറയാം, ദുനിയാവിൽ സൂക്ഷിച്ചാൽ നാളെ പരലോകത്തെ എല്ലാ സുഖാനന്ദങ്ങളും നിനക്ക് തരാം. അല്ല പറഞ്ഞ എല്ലാം തരാം. ഇവിടെ എന്തൊക്കെ നീ ആഗ്രഹിക്കുന്നു അതൊക്കെ. നോക്കൂ നിങ്ങൾ, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആയത്താണ് ഞാൻ ഓർമ്മിച്ചത്. ഇന്നലിൽ മുത്തഖീന മഫാസ, തഖ്വയോടുകൂടി ജീവിച്ചവർക്കാണ് വിജയം. ആരാണ് വിജയിക്കുക? തഖ്വയുള്ളവർ. എന്നിട്ട് അല്ല പറഞ്ഞു, ഹദായിഖ വഅഅനാബ, തോട്ടങ്ങളുണ്ട് അവിടെ, മുന്തിരികളുണ്ട്, വകവാഇബ അത്റാബ, സമപ്രായക്കാരായ തരുണികളുണ്ട്, ആണിന് പെണ്ണും പെണ്ണിന് ആണും അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. വകഅസൻ ദിഹാഖ, നിറഞ്ഞ പാനപാത്രങ്ങൾ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ, അവിടെ ഒരു അനാവശ്യമായ വാക്കോ വ്യാജ വർത്തമാനങ്ങളോ ഒന്നും അവിടെ കേൾക്കാത്ത സുന്ദരമായ ലോകമാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ജസാഅൻ മിൻ റബ്ബിക, അത് അല്ലാഹുവിൽ നിന്നുള്ള സമ്മാനമാണ്. അതാഅൻ ഹിസാബ, പ്രതിഫലവും കണക്കൊത്ത സമ്മാനവുമാകുന്നു അത് എന്ന് ഈ സ്വർഗത്തെ കുറിച്ച് അല്ലാഹു പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിൽ പലരും മുസ്ലിം വേഷത്തിലുണ്ടാകും. നമുക്കൊക്കെ ആകാൻ ആഗ്രഹമുണ്ടാകും. ചില നിയന്ത്രണങ്ങളൊക്കെ എന്തിനാണ് എന്ന് തോന്നിപ്പോകും. ഒന്നങ്ങ് പാറിപ്പാറി നടന്നാൽ എന്താണ് അതിൽ തെറ്റ്? ഞാനിവിടെ പള്ളിക്കൊന്ന് വന്നാ പോലെ, ജുമക്കൊന്ന് എത്തി നോക്കിയ പോലെ, ഉപഹരിച്ചൊന്നുണ്ടായാ പോലെ, എന്റെ എല്ലാം എന്തിനാണ് ഇങ്ങനെ പരിശോധിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതില്ല. അതൊക്കെ പരിശോധിക്കുന്ന ഒരു റഹ്മാനായ റബ്ബ് പറഞ്ഞു കണ്ടു. വാക്കും നോക്കും പ്രവൃത്തിയും ചിന്തയും ജീവിതത്തിലെ സമ്പാദ്യവും ഇടപെടലും കുടുംബജീവിതവും സൗഹൃദവും എല്ലാം റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചതുപോലെ ആക്കുന്നവനെയാണ് തഖ്വയുള്ളവൻ എന്നുള്ള പറഞ്ഞത്. സഹോദരങ്ങളെ, ഈ പറഞ്ഞ അളവുകളൊക്കെ ഒന്ന് വെച്ച് നമ്മെ ഒന്ന് പരിശോധിക്കും. നമ്മളൊക്കെ എവിടെയാണ് നിൽക്കുന്നത്? ആദ്യം പറഞ്ഞ പേരിന് മാത്രം മുസ്ലിമായി തട്ടമിട്ട് താടി വെച്ച് തുപ്പി വെച്ച് എല്ലാ ഹറാമിലൂടെയും ഇങ്ങനെ പോകാം. എന്നിട്ട് മാഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഒക്കെ ചൊല്ലി ഇങ്ങനെ നടക്കാം. ആ ഹറാമൊക്കെ ഉണ്ടാവുക. എന്നിട്ട് പിന്നെ പറയാൻ ഞാനും മുസ്ലിമാണ്. എന്നാൽ ദീനിയായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ കാട്ടറബിക്ക് തുല്യമാക്കി ചിത്രീകരിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ മുത്തഖയാണോ എന്ന് ചിന്തിക്കാനാണ് സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ ഇത് ഓർമ്മപ്പെടുത്തിയത്. അഭിമാനത്തോടു കൂടി, അതിനേക്കാൾ കുറച്ചൊക്കെ റഹ്മാനായ റബ്ബിനോട് സന്തോഷത്തോടു കൂടി പറയാൻ, നാഥാ നിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടല്ലോ, എന്റെ തഖ്വ നീ വർദ്ധിപ്പിക്കണമേ റഹ്മാനെ എന്ന് കണ്ണിന്റെ കോണിൽ അല്പമെങ്കിലും കണ്ണീര് ചാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചാൽ വിശ്വാസികളെ, നമ്മുടെ പേരാണ് മുസ്ലിമിൽ നിന്ന് മുഅ്മിനായി മുത്തഖിയായി മുഹ്സിനായി ജീവിക്കുന്നവനാണ് എന്ന് പറയാനുള്ള അവകാശം. അവകാശം നേടി കലിമ ചൊല്ലി അല്ലാഹു കണ്ടുമുട്ടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പരിണിതി എന്താണ്? അല്ലാഹ് പറയാം, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, തീർച്ചയായും അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവൻ തന്നെയാകും. സഹോദരങ്ങളെ, ഈ വിഷയമൊക്കെ ഒരു മാസത്തിൽ പല തവണകളായി ഈ മിമ്പറിൽ നിന്ന് പലപ്പോഴായി എന്നോടെന്ന പോലെ എന്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്തുകൊണ്ട് എന്നറിയാം. ജീവിതത്തിൽ കുറച്ചൊക്കെ നന്മ ചെയ്യുന്നവരാണ്. ആ നന്മ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പുറത്തേക്ക് നന്മ ചെയ്യുകയും അകത്ത് തിന്മയുടെ ഒരു ലോകമുണ്ടാക്കി
അതിൽ അഭിരമിക്കുകയും ചെയ്താൽ നമ്മളിപ്പോ ചെയ്യുന്ന ഒരു നന്മയും അതിന്റെ പ്രതിഫലത്തോടു കൂടി അനുഭവിക്കാൻ നമുക്ക് നാളെ പരലോകത്ത് പറ്റും. അള്ളാഹ് ഏറ്റവും ബോധ്യമാണ്. അതുകൊണ്ട് സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ ഞാൻ മുഅ്മിനാകാൻ തീരുമാനിക്കാൻ തന്നെ. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് അതാണ് സഹോദരങ്ങളെ, സ്വന്തത്തോടുള്ള ജിഹാദ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂല് ഈ ജാതി സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലത്ത് പ്രഖ്യാപിച്ചതല്ല, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു ഖൗമ ഖിയാമത്ത് നാളിൽ നിന്ന് ഒരു ഖൗമിന്റെ വരവിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്. നമ്മളാണെന്ന് പേടിച്ചു പോകുന്ന ഒരു ഹദീസ്. ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമത്തിൻ ബിദാ, ആ വെളുത്തു നിൽക്കുന്ന തിഹാമ പർവ്വതം കണക്കെ അമൽ സ്വാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് എന്റെ ഉമ്മത്തിൽ നിന്നൊരു ഖൗമ വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റഹ്മാനായ റബ്ബ് അകർമ്മങ്ങളൊക്കെ വെണ്ണീരിലേക്ക് കാറ്റടിച്ചതുപോലെ ഫലശൂന്യമാക്കി പാറ്റി പറത്തിക്കളയും എന്നാണ്. ഒന്നും തിരിച്ചു പോകുന്നില്ല, എല്ലാം ഫലശൂന്യമാണ്. ഉടനെ സൗഭാഗ്യതാക്കുന്ന പേടിയായി. അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. റസൂലേ, അവരെ കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ, അവരെ കുറിച്ചൊന്ന് വിവരിച്ചു തന്നാൽ ഞങ്ങൾ അറിയാതെയെങ്കിലും അക്കൂട്ടരിൽ പെടാതിരിക്കാൻ വേണ്ടി ആ ഖൗമിനൊന്ന് പറഞ്ഞു തരുന്നത്. നിസ്കാരത്തിനുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നത്, ഹജ്ജിന് പോയ ആൾക്കാരെ കുറിച്ച് പറയുന്നത്, ഉംറക്ക് പോയ ആൾക്കാരെ കുറിച്ച് പറയുന്നത്, സക്കാത്തും സ്വതക്കയും സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്ത ആൾക്കാരെ കുറിച്ച് പറയുന്നത്. അള്ളാഹു പേരുണ്ട്. റസൂൽ പറഞ്ഞു, നിങ്ങളുടെ സഹോദരങ്ങൾ, ജിൽദത്തിക്കും നിങ്ങളുടെ പിൻഗാമികൾ. അതാണ് എന്റെ അർത്ഥം. നിങ്ങൾക്ക് ശേഷം നമ്മൾ പിൻഗാമികളല്ലേ, പ്രവാചകന്റെ അനന്തരവന്മാരല്ലേ. അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾ രാത്രി തഹജ്ജുദ് നമസ്കരിക്കുന്നത് പോലെ അവർ തഹജ്ജുദ് നമസ്കരിക്കും. പക്ഷേ വലാകിന്നഹും അഖ്വാമൻ, അവരൊരു ജനതയാണ്. എന്താ അവരുടെ പ്രത്യേകത? ഇതാ ഹലോ, ഒറ്റക്കായാൽ, സ്വകാര്യമായാൽ, അല്ലാഹ് ഹറാമാക്കിയ ഹറാമുകൾ കണ്ടും കേട്ടും അഭിരമിച്ചും സ്വകാര്യമായി ചെയ്തും അങ്ങനെ ഒരു സ്വതന്ത്രമായ ലോകത്ത് രഹസ്യമായി അവർ ജീവിക്കുമെന്ന്. പുതുതലമുറയെ കുറിച്ചാണ് ഈ ഹദീസ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മെക്കുറിച്ചാണ്, ഈ ആധുനിക കാലത്ത് ജീവിക്കുന്ന നമ്മളോടാണ് 14 നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നെഞ്ചകത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു ഉപദേശം നൽകിയത്. അതുകൊണ്ട് വിശ്വാസികളെ, തഖ്വ എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയ സമ്പാദ്യമാണ്. അള്ളാഹു നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ്. എല്ലാ തിന്മകളുടെ എല്ലാ കോട്ടകളിൽ നിന്ന് മാറി സ്വതന്ത്രമായി ദീനിന്റെ സ്വച്ഛമായ വായു അള്ളാഹുവിന്റെ ദീൻ ജീവിതത്തിൽ അനുഷ്ഠിച്ച് തഖ്വയോടുകൂടി ജീവിക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി ലഭിക്കാനുണ്ട്. അത് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ തഖ്വയുള്ളവരാവുക. എവിടെയാണ് നമുക്ക് കൈമോശിപ്പോയത് എന്ന് സ്വന്തത്തിലേക്കൊന്ന് മനസ്സ് മടക്കിയാൽ ലഭിക്കും അതിനുത്തരം. ആ ഹറാമുകളോട് പൂർണ്ണ വിരാമം ജീവിതത്തിൽ മനസ്സിലും കർമ്മങ്ങളിലും അള്ളാഹു തിരിച്ചു വരുമ്പോൾ ഈ തഖ്വയും വിശുദ്ധിയും അത് ലഭിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനുകൾ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു തിരിച്ചു നടത്തത്തിലേക്ക്, ആത്മാർത്ഥമായി തൗബ ചെയ്യുന്നതിലേക്ക് അള്ളാഹു നമ്മുടെ മനസ്സിനെ മടക്കി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തെ പവിത്രവും കളങ്കം രഹിതവുമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞുപോയ എല്ലാ തിന്മകളും അള്ളാഹു മായ്ച്ചു കളയുകയും തഖ്വയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തലമുറകൾക്ക് ദീനിയായി ജീവിക്കുവാനുള്ള മാനസിക വികാസം, അറിവിന്റെ തലങ്ങൾ അള്ളാഹു തുറന്നു നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.